ഹലോ ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സിനെ പറ്റിയാണ്. എന്താണ് ഡേറ്റ ടൈപ്സ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഓവർവ്യൂ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഡേറ്റ ടൈപ്സ് എന്താണെന്നുള്ളത് പറയാനായിട്ട് എനിക്ക് ഈ പ്രോജക്റ്റ് തന്നെ യൂസ് ചെയ്യാം. ഈ പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു വന്നതാണ്. റെസ്യൂമേ എന്നുള്ള പ്രോജക്റ്റ് ആണ്. ഇതിന്റെ കോഡ് ഞാൻ നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് റിമൂവ് ചെയ്യാണ്. ഇവിടെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാം. ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ പൊതുവെ ഡേറ്റയുടെ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇന്റിജർ ടൈപ്പിലുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഇന്റ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്പേഴ്സിനെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനേ എക്ക് സാധിക്കും. വേറൊരു ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസ് ഒന്നും എയിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എ ഈസ് ഈക്വൽ ടു ഇപ്പം ഹലോ എന്നൊക്കെ ഞാൻ ഇപ്പോൾ കൊടുക്കാന്നുണ്ടെങ്കിൽ അവിടെ എറർ വരും. കാര്യം എന്താണ്? എ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ടൈപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എയിൽ പിന്നെ ഇന്റിജർ മാത്രമേ നമുക്ക് വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ എ എന്ന് പറയുന്നത് വേരിയബിൾ എന്നാണ് അതിന് പറയുന്നത്. മെമ്മറിയിൽ നമുക്കൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്തിരിക്കും. ആ ഒരു സ്പേസിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് എ എന്ന് പറയുന്നത്. ആ എ എന്ന് പറയുന്ന സ്പേസിലേക്കാണ് നമ്മൾ 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് ഇന്റിജർ ആണ്. നമുക്ക് നെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് നോക്കാം. സ്ട്രിങ് ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നോക്കാം. സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പേഴ്സും ഒക്കെ കൊടുക്കാം കേട്ടോ. എന്ത് ക്യാരക്ടേഴ്സും ഒക്കെ കൊടുക്കാം. ഓക്കെ. അപ്പോ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിങ് എന്നുള്ള കീവേഡാണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാർ എന്നുള്ളതാണ്. ക്യാറും സ്ട്രിങ്ങുമായിട്ട് മാറിപ്പോകരുത്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്ററിനെ വല്ലതും സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ക്യാരക്ടർ. കണ്ടോ, ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ കോഡ്സ് ആണ്, ഇവിടെ ഡബിൾ കോഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറി അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം മെസ്സേജ് എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കലും കൊണ്ടുപോയി ഒറ്റ ലെറ്റർ ആയിട്ട് കൊണ്ടുവന്നിടാനൊന്നും പറ്റില്ല. അപ്പം മെസ്സേജ് ഈക്വൽ ടു സി എന്നുള്ള ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് കാര്യങ്ങളായി. നെക്സ്റ്റ് ബൂളിയൻ ടൈപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ബൂളിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ട്രൂ ഓർ ഫാൾസ് എന്നുള്ളത് നോക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരാളുടെ ജെൻഡർ നമുക്ക് ഡേറ്റാബേസിൽ കൊണ്ടുവരുന്ന സമയത്ത് ട്രൂ ഓർ ഫാൾസ് ആയിട്ട് നമുക്ക് വാല്യൂ കൊണ്ടിടാം. രണ്ട് വാല്യൂ മാത്രമേ ബോള് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇപ്പോൾ ഫാൾസ് എന്നുള്ള വാല്യൂ ആണ് എനിക്ക് കൊടുത്തിരിക്കുന്നത്. മാറ്റിയിട്ട് ട്രൂ ആക്കണമെന്നുണ്ടെങ്കിൽ ട്രൂ എന്നുള്ളതും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ബൂളിയൻ ടൈപ്പ്. നെക്സ്റ്റ് നമുക്ക് ഫ്രാക്ഷൻ ഒക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്. പ്രധാനമായിട്ട് നമുക്ക് ഫ്രാക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഡബിൾ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഡബിൾ ഇപ്പോൾ ഞാനിപ്പോൾ ആവറേജ് എന്നുള്ളതിലും കൊടുക്കുകയാണ്. സിക്കൽ ടു 1.2 എന്നുള്ള രീതിയിൽ വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഡബിൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രിസിഷൻ ഒക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഒക്കെയാണ് നിങ്ങൾ ഇതിൽ എൻട്രി ചെയ്യുന്നത്, നമ്മുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രിസിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെസിമൽ എന്നുള്ളത് യൂസ് ചെയ്യും. ഡെസിമൽ ഇപ്പോൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു ഇപ്പം 1.5 എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ എം എന്നുള്ളതാണ് ഒരു വേർഡും കൂടെ കൊടുക്കും. ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെസിമൽ ടൈപ്പ് ആണ് ഈ ഒരു ഡേറ്റ ടൈപ്പ് എന്നുള്ള രീതിയിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഡി ഒക്കെ കൊടുക്കാൻ പറ്റും. ഡി കൊടുക്കാം, എഫ് കൊടുക്കാം. എഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ടൈപ്പ് ആവും. അങ്ങനെ നമുക്ക് വാല്യൂസ് മാറ്റിയൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് വരുന്നത് ഫ്ലോട്ട് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പാണ്. ഫ്ലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലോട്ട് സംതിങ് എസ് ഓർ സംതിങ് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ 0.3255 എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. അതിൽ എഫ് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ട് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ നമുക്ക് വാല്യൂസ് സ്റ്റോർ ആവും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് കുറച്ച് പ്രിസിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ട് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ ഒരു കൂടിയ പ്രിസിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ യൂസ് ചെയ്യാം. നമുക്ക് ഹൈ പ്രിസിഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസിമൽ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ എമൗണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എപ്പോഴും ഡെസിമലിലായിരിക്കും. ഓക്കെ. ഡബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട്
ഫ്രാക്ഷൻ വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഡബിൾ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഫ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഫ്ലോട്ട് കുറച്ചും കൂടി താഴെയാണെന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇൻഡിജേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ. നമുക്ക് നമ്മുടേതായ ക്ലാസ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡേറ്റ ടൈപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതിലോട്ടൊക്കെ വരാം. നമ്മൾ ആ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്ക് പറയാം. ഓക്കെ. നമുക്കൊരു ഈ വാല്യൂസ് ഒക്കെ എങ്ങനെ പ്രിന്റ് ചെയ്ത് നോക്കാന്നുള്ളത് നോക്കാം. ജസ്റ്റ് എ എന്നുള്ളത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. എ എന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ റൺ ചെയ്ത് നോക്കുക. ആ വാല്യൂസ് അവിടെ കാണാൻ പറ്റും. കൺസോൾ ഡോട്ട് റൈറ്റ് ലൈനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിലും വാല്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ കണക്ക് വേരിയബിളിന്റെ പേര് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പം ഡബിൾ കോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഹലോ എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. അത് സ്ട്രിങ് ആയിട്ട് തന്നെ എടുത്തോളൂ. അല്ലെങ്കിൽ 2 എന്നുള്ള വാല്യൂ വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. ഇന്റിജർ ആയിട്ട് തന്നെ എടുത്തോളൂ. ഓക്കെ. ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിൽ ബൂളിയൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈനിന്റെ പ്രത്യേകത. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഈ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എഴുതുന്ന ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ CW എന്ന് ടൈപ്പ് ചെയ്യുക, ടാബ് പ്രസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ ടാബ് 2 തവണ പ്രസ് ചെയ്യാം. ഓക്കെ. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എന്നുള്ള വരും. ഇവിടെ നിങ്ങൾക്ക് വാല്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ പേ എന്നുള്ളത് കൊടുത്തു. ഇതിപ്പോ സ്ട്രിങ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്ട്രിങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡേറ്റ ടൈപ്സിൽ വരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പം ഏകദേശം ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ചു നോക്കുക. ഓക്കെ. ഡേറ്റ ടൈപ്സ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.